ഹലോ ഗായ്സ്, നോൺ വെജ് അല്ലാത്തതുകൊണ്ട് മാത്രം മസാല ദോശ കഴിക്കാതിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ. എന്നാൽ പിന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു അടിപൊളി ചിക്കൻ മസാല ദോശ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മസാലയ്ക്കായിട്ട് ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ചേർത്തിട്ട് അതിനൊരു പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ശേഷം കുറച്ചധികം കറിവേപ്പില ഇടുക, നല്ല ഫ്ലേവർ ആയിരിക്കും. ഇനി അതിലേക്ക് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെയും ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴത്തേനും ഞാൻ പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ വല്ല വെജീസും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ച ചിക്കനും കൂടെ ഇങ്ങനെ പിച്ചി ചീന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിക്നെസ് കൂടുതലായി തോന്നുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, വേവിച്ച് വെച്ച വെള്ളം, അതും കൂടെ ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആട്ടോ. ഈ മല്ലിയില ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അത് കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ മസാല റെഡിയായി. അപ്പോൾ ഇനി ദോശ റെഡിയാക്കാം. എന്തായാലും നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ദോശ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ദോശ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അതിനുശേഷം അതിൽ കുറച്ച് അധികം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റിന് ഞാൻ കുറച്ച് ചീസിൻ്റെ സ്ലൈസും കൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ളവർ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് തീർച്ചയായിട്ടും ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സിമ്പിൾ റെസിപ്പിയാണ്, കുഞ്ഞുമക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അതായത് ഇപ്പോൾ ചിക്കൻ ഇല്ലാണ്ട് നോൺ വെജ് അല്ലാണ്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോയി കഴിക്കട്ടെ. സത്യം പറയാലോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അല്ലെങ്കിൽ മസാല ദോശ എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡാണ്, പക്ഷേ ഈ മസാല ദോശ കുറച്ചും കൂടി ഫേവറേറ്റ് ആണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.